ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നെയ്പായസമാണ്. അതിനിപ്പോൾ കുക്കറിലിട്ടിട്ട് ഞാൻ ഇത്തിരി പുഴുക്കലരി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലോട്ട് ശർക്കര പാനി ഒഴിക്കുവാണേ. ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ വേസ്റ്റൊക്കെ കളയാനായിട്ട്. എന്നിട്ട് ഇതിന് നമ്മൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ കാണാൻ ഇങ്ങനെയാണെങ്കിലും ഇനി ഇത് വറ്റി വരണം. ആ ശർക്കര അതിവിടെ അധികം മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഈ ശർക്കര ഇനി നന്നായിട്ട് ആ അരിയിലേക്കൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആവാനുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനോട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഇനി ചുറ്റിച്ച് വറ്റിക്കണം. ഇത് നെയ്പായസമല്ലേ, അപ്പോൾ ഇച്ചിരി ഏറെ നെയ്യ് ഇരുന്നോട്ടെ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. കാര്യം ഇലയിലാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ ഇലയിൽ ഇങ്ങനെ തിക്കായിട്ടിരിക്കണത്. 2-3 ഏലക്കായ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതിപ്പം ആ നെയ്യും ശർക്കരയും എല്ലാം കൂടെ അങ്ങനെ ജോയിൻ്റായിട്ട് ഇരിക്കുകയാണ്. ഇനി ഈ സമയത്ത് വീണ്ടും ഇച്ചിരി കൂടി നെയ്യ് ഒഴിക്കും. നെയ്പായസം അല്ലേ. എന്നിട്ട് അതും കൂടി അങ്ങ് ജോയിൻ്റായി വരുമ്പോഴത്തേനും 2-3 തുളസി ഇലയും കൂടി ഇട്ടിട്ട് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇതിൽ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പഴം ചേർക്കാം കേട്ടോ. പാളയംകോടൻ പഴമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. പഴം ഇടുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കളയാം. എന്നാൽ അതിൻ്റെ ആ ഒരു നാടൻ തനിമ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് നന്നായിട്ടൊന്ന് ജോയിൻ്റായി ഇച്ചിരി കൂടി ഒന്ന് കുറുകി വരുമ്പോഴത്തേനും അപ്പോൾ ഈ സമയത്ത് നമ്മൾ തുളസിയില ഇടുകയാണ്. അമ്പലത്തിലെ പായസത്തിൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ തുളസിയിലൊക്കെ ഇട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. അപ്പോൾ ആ തുളസിയുടെ ടേസ്റ്റ് കൂടി അതിൽ പിടിക്കും. അപ്പോൾ ടേസ്റ്റ് ശരിക്കും അമ്പലത്തിലെ പായസം പോലെ തന്നെ ആയിരിക്കും. ഇങ്ങനെ ചുടുചുടാന്നുള്ള പായസം അതുപോലെ ഇലയിൽ അങ്ങോട്ട് വിളമ്പുക, എന്നിട്ട് കഴിക്കുക. ശരിക്കും ഇത് അമ്പലത്തിലെ നെയ്പായസത്തിന് അതേ ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.